ഹായ്. 2 ദിവസം മുന്നേ നമ്മുടെ മറ്റൊരു വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ഒരു രക്ഷിതാവ് വളരെ സങ്കടത്തോടെ എന്നോട് ആവശ്യപ്പെട്ട ഒരു വിഷയവുമായാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. എന്നോട് മാതാപിതാക്കൾ ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഒരു ചോദ്യം കൂടിയാണിത്. എൻ്റെ കുട്ടിക്ക് തീരെ വണ്ണമില്ല, എന്തു കൊടുത്താലും മെലിഞ്ഞിരിക്കുകയാണ്, വണ്ണം വെക്കാൻ ഞാൻ എന്താണ് കൊടുക്കേണ്ടതെന്ന്. ഇന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരു വയസ്സൊക്കെ കഴിയുമ്പോൾ കുട്ടികൾ നടക്കാനും ഓടാനും ഒക്കെ തുടങ്ങും. അവർ നല്ലോണം ആക്റ്റീവാകും. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും അവർ മെലിയാൻ സാധ്യതയുണ്ട്. നാട്ടുകാർ പലതും പറയും, കാരണം അവർ കാഴ്ചക്കാരാണ്. പരസ്യങ്ങളിലും സിനിമകളിലുമൊക്കെ കാണുന്ന പോലെ നല്ല തടിച്ചുരണ്ട ചബ്ബിയായ കുട്ടികളെ കാണാനാണ് രസം. എന്നാൽ ഒരു സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ എന്ന നിലയിൽ ഞാൻ പറയട്ടെ, തടിച്ചുരണ്ട കുട്ടികളെക്കാൾ എപ്പോഴും നല്ലത് ഹെൽത്തിയും ആക്റ്റീവുമായ കുട്ടികളാണ്. കുട്ടി ആക്റ്റീവാണോ, പ്രായത്തിനനുസരിച്ച് വളർച്ചയുണ്ടോ എന്ന് മാത്രം നോക്കുക. എങ്കിലും മെലിഞ്ഞ കുട്ടികൾക്ക് ആരോഗ്യകരമായി തൂക്കം കൂട്ടാൻ സഹായിക്കുന്ന 5 സൂപ്പർ ഭക്ഷണങ്ങളെക്കുറിച്ചും അവ 6 മാസം മുതൽ 3 വയസ്സ് വരെ കുട്ടികൾക്ക് ഏതൊക്കെ അളവിൽ എങ്ങനെയൊക്കെ കൊടുക്കണമെന്നുമാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. ഞാൻ സയ്യിദ് മുഹമ്മദ് മുബഷിർ, ദുബായിൽ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ടീച്ചറായി ജോലി ചെയ്യുന്നു. വെൽക്കം ടു ടോയ് ടോക്സ്. ആരോഗ്യകരമായി തൂക്കം കൂടാൻ സഹായിക്കുന്ന ആ 5 ഭക്ഷണങ്ങൾ ഇവയാണ്. ഒന്നാമതായി നേന്ത്രപ്പഴം, നല്ല ഹെൽത്തി ഫാറ്റും കാർബോഹൈഡ്രേറ്റുമാണ്. രണ്ടാമത്തേത് മധുരക്കിഴങ്ങ്, ഫൈബറും കലർപ്പില്ലാത്ത കലോറിയുമാണ് അതിൽ ഉൾക്കൊണ്ടിട്ടുള്ളത്. മൂന്നാമത്തേത് റാഗി, എല്ലുകൾക്ക് ബലം നൽകാനുള്ള കാൽസ്യം അതിലുണ്ട്. നാലാമത്തേത് മുട്ട, മസിൽ ഡെവലപ്മെൻറ്റിന് ആരോഗ്യമായിട്ടുള്ള പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ളതാണ്. അവസാനമായി ചെറുപയർ, മുളപ്പിച്ച ചെറുപയർ കൊടുക്കുന്നത് കുട്ടികൾക്ക് വളരെ മികച്ചതാണ്. ഇനി ഈ ഭക്ഷണങ്ങൾ ഓരോ പ്രായത്തിലും കുട്ടികൾക്ക് എങ്ങനെയാണ് കൊടുക്കേണ്ടത് എന്ന് നോക്കാം. നമ്മുടെ വീഡിയോസ് എല്ലാം ചാപ്റ്റർ വൈസ് ഡിസ്ക്രിപ്ഷന് താഴെ കാണാം. അവിടെ നിന്നും നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോർഷൻ സെലക്ട് ചെയ്യാവുന്നതാണ്. 6 മാസം കഴിഞ്ഞാൽ നമ്മൾ കുറുക്കുകൾ കൊടുത്തു തുടങ്ങുമല്ലോ. എങ്ങനെ കൊടുക്കണം? ഈ പ്രായത്തിൽ കുട്ടികൾക്ക് പല്ല് വന്നിട്ടുണ്ടാകില്ല. അതിനാൽ എല്ലാം നന്നായി വേവിച്ച് ഉടച്ചു വേണം കൊടുക്കാൻ. നേന്ത്രപ്പഴം പുഴുങ്ങി ഉടക്കാം. മധുരക്കിഴങ്ങും ചെറുപയറും നന്നായി വേവിച്ച് പേസ്റ്റ് രൂപത്തിലാക്കാം. മുട്ട കൊടുക്കുമ്പോൾ മഞ്ഞക്കുരു മാത്രം വേവിച്ചുടച്ച് തുടങ്ങുക. പ്രത്യേകം ശ്രദ്ധിക്കുക, 1 വയസ്സ് വരെ ഭക്ഷണത്തിന് ഉപ്പും പഞ്ചസാരയും ചേർക്കരുത്. ഇനി എത്ര അളവിൽ? തുടക്കത്തിൽ 1-2 ടേബിൾ സ്പൂൺ മാത്രം കൊടുക്കുക. പതുക്കെ അതൊരു ചെറിയ ബൗളിലേക്ക് മാറ്റാം. അമിതമായി കുറുക്ക് കൊടുത്ത് അവർക്ക് മുലപ്പാൽ കുടിക്കാനുള്ള വിശപ്പ് ഇല്ലാതാക്കുകയും ചെയ്യരുത്. 1 വയസ്സ് കഴിഞ്ഞാൽ കുട്ടികളുടെ ഭക്ഷണ രീതി മാറണം. ഇനി എങ്ങനെ കൊടുക്കണമെന്ന് നോക്കാം. ഇനി മിക്സിയിൽ അടിച്ചോ പേസ്റ്റ് രൂപത്തിലാക്കിയോ കൊടുക്കേണ്ട ആവശ്യമില്ല. ചെറിയ കഷ്ണങ്ങളാക്കി, അതായത് ഫിംഗർ ഫുഡ്സ് ആയിട്ട് കൊടുക്കാം. മുട്ട മുഴുവനായി പുഴുങ്ങിയോ ഓംലെറ്റ് ആക്കിയോ കൊടുക്കാം. മധുരക്കിഴങ്ങും പഴവും നെയ്യിൽ റോസ്റ്റ് ചെയ്ത് കയ്യിൽ പിടിച്ച് തിന്നാൻ പാകത്തിന് കൊടുക്കാം. ഇങ്ങനെ ചവച്ചരച്ച് കഴിക്കുന്നത് അവരുടെ താടിയെല്ലുകളുടെ വളർച്ചയ്ക്കും സംസാരം വ്യക്തമാക്കാനും വളരെ അത്യാവശ്യമാണ്. എത്ര അളവിൽ? ഒരു ഇടത്തരം ബൗൾ എടുത്ത് ദിവസവും 3 നേരം ഫുഡും 2 നേരം സ്നാക്സുമായി നൽകാം. 2 വയസ്സ് കഴിഞ്ഞാൽ അവർ വലിയ കുട്ടികളായി. എങ്ങനെ കൊടുക്കാം? വീട്ടിൽ നമ്മൾ കഴിക്കുന്ന അതേ രൂപത്തിൽ തന്നെ കൊടുക്കാം. റാഗി പുട്ടായോ ദോശയായോ ഒക്കെ കൊടുക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അവരെ സ്വന്തമായി വാരി വലിച്ച് കഴിക്കാൻ അനുവദിക്കുക. അത് അവരുടെ വിരലുകളുടെ കോർഡിനേഷനും ബുദ്ധിവികാസനത്തിനും വളരെ നല്ലതാണ്. എത്ര അളവിൽ? അവർക്ക് വിശക്കുന്നത്ര അവർ കഴിക്കട്ടെ. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. ദയവ് ചെയ്ത് കുട്ടികളുടെ പുറകെ പാത്രവുമായി ഓടി നടന്ന് നിർബന്ധിച്ച് ഫോഴ്സ് ഫീഡിംഗ് ആയി ഭക്ഷണം കൊടുക്കരുത്. ഇനി അങ്ങനെ ചെയ്താൽ അവർക്ക് ഭക്ഷണത്തോട് തന്നെ വെറുപ്പ് വരും. അവർക്ക് വിശക്കുമ്പോൾ മാത്രം ഭക്ഷണം കൊടുക്കാൻ ശ്രമിക്കുക. അത് അവർ എന്ത് കഴിക്കണമെന്ന് നമ്മൾ തീരുമാനിക്കുക. എത്ര കഴിക്കണമെന്ന് അവരും തീരുമാനിക്കട്ടെ. ഇനി എൻ്റെ പ്രിയ മാതാപിതാക്കളോട് ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഇനിയും ആരെങ്കിലും നിങ്ങളുടെ അടുത്ത് വന്ന് കുഞ്ഞിനൊന്നും കൊടുക്കുന്നില്ലേ, എല്ലാം നീ തന്നെ കഴിക്കുകയാണോ, എന്താണ് ഇത്ര മെലിഞ്ഞിരിക്കുന്നത് എന്നൊക്കെ ചോദിച്ച് വഴക്ക് പറയുകയാണെങ്കിൽ അവർക്ക് ഈ വീഡിയോ അങ്ങ് അയച്ചു കൊടുക്കുക. എന്നിട്ട് 1-2 പ്രാവശ്യം ഇതൊന്ന് കണ്ടിട്ട് സ്വയം എഡ്യൂക്കേറ്റ് ആകാൻ പറയുക. അല്ല പിന്നെ ക്ഷമക്കുമില്ല വരാതിര്. നമ്മുടെ കുട്ടി ഇതിൽ ഏത് ഭക്ഷണം കഴിക്കാനാണ് ഇഷ്ടപ്പെടുന്നതെന്ന് താഴെ കമൻറ്റ് ചെയ്യുക. ഇനി അവസാനമായി ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞോട്ടെ. ഈ ചാനൽ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ മാത്രം പറയുന്ന ഒരു കുഞ്ഞു ചാനലാണ്. സ്വന്തം കുഞ്ഞുങ്ങൾ വലുതായി കാണാൻ ആഗ്രഹിക്കുന്ന എല്ലാ രക്ഷിതാക്കളെയും പോലെ ഈ ചാനൽ ഒന്ന് വലുതായി കാണാൻ ഞാനും ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് ഈ ചാനലിൻ്റെ വളർച്ചയിൽ നിങ്ങളും പങ്കാളികളാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. തീർച്ചയായും ഇതൊരു നല്ല ചാനലായിരിക്കുമെന്ന് ഞാൻ വീണ്ടും ഉറപ്പു നൽകുന്നു. ഈ വീഡിയോക്ക് വേണ്ടി ഞാൻ ഉപയോഗിച്ച വെബ്സൈറ്റുകൾ റെഫറൻസുകളെല്ലാം നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടായിരിക്കും.
ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഹാപ്പി പേരൻറ്റിംഗ്.